അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഒരു പ്രവാചക വചനമാണ് കേൾപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹി സൽ വജ്ഹൈൻ അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ. തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ്, അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകളിൽ നിനക്ക് കാണാൻ സാധിക്കുന്നതാണ് സൽ വജ്ഹൈൻ, രണ്ട് മുഖം പ്രദർശിപ്പിക്കുന്ന ആളുകൾ. സമൂഹത്തിൽ ദ്വിമുഖം പ്രദർശിപ്പിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെയുള്ളവരെയാണ് അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവരിൽ നിനക്ക് കാണാൻ സാധിക്കുക. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിക്കുന്നു. അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ. ഒരു കൂട്ടരുടെ അടുക്കൽ ഒരു മുഖവുമായും വേറൊരു കൂട്ടരുടെ അടുക്കൽ മറ്റൊരു മുഖവുമായും ഇയാൾ വരും എന്നുള്ളതാണ്. ഒരേ മനുഷ്യൻ തന്നെയാണ് വരുന്നത്, പക്ഷേ ഒരു കൂട്ടരുടെ അടുക്കൽ വരുന്നത് ഒരു മുഖവുമായും വേറൊരു കൂട്ടരുടെ അടുക്കൽ വരുന്നത് വേറൊരു മുഖവുമായുമാണ്. അങ്ങനെ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഇടയിൽ, രണ്ട് കൂട്ടരുടെയും ഇടയിൽ പരസ്പരം ഛിദ്രതയും ഭിന്നിപ്പും കലഹവുമെല്ലാം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇയാൾ പറയും. ഒരേ മനുഷ്യൻ തന്നെയാണ് അഭിപ്രായം പറയുന്നത്, പക്ഷേ ഒരു കൂട്ടരോട്, ഒരു വിഭാഗത്തോട് പറയുന്ന അഭിപ്രായമാവില്ല മറ്റൊരു വിഭാഗത്തോട് പറയുക. അവർക്കിടയിൽ പരസ്പരം പിണക്കമുണ്ടാകുന്ന രീതിയിൽ, പരസ്പരം മാനസികമായ അകൽച്ചയുണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, രണ്ട് മുഖം പ്രദർശിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് നാളെ അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവരായി, ഏറ്റവും നികൃഷ്ടരായി ഉണ്ടാവുക എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദ്വിമുഖം പ്രകടിപ്പിക്കുക, രണ്ട് മുഖം പ്രകടിപ്പിക്കുക എന്നത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാം തന്നെ ഈ സ്വഭാവത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ദുസ്വഭാവത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. രണ്ട് മുഖം പ്രദർശിപ്പിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണെന്ന് കൂടി, നാളെ പരലോകത്ത് അവർ അനുഭവിക്കുന്ന ശിക്ഷ എന്താണെന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിൻ നാരിൻ. ആർക്കെങ്കിലും ഇഹലോകത്ത് രണ്ട് മുഖമുണ്ടെങ്കിൽ, രണ്ട് മുഖം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇഹലോകത്ത് അയാൾ നടക്കുന്നതെങ്കിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിൻ നാർ. അന്ത്യദിനത്തിൽ രണ്ട് നാവുകൾ, തീഗോളങ്ങളാൽ ഉള്ള രണ്ട് നാവുകൾ അല്ലാഹു തആല അയാൾക്ക് നൽകുമെന്നാണ്. അഗ്നി കൊണ്ടുള്ള രണ്ട് നാവുകൾ, നരകം കൊണ്ടുള്ള രണ്ട് നാവുകളായിരിക്കും നാളെ പരലോകത്ത് അല്ലാഹു തആല അയാൾക്ക് നൽകാൻ പോകുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് നല്ല സ്വഭാവം ജനങ്ങൾക്കിടയിൽ പ്രകടിപ്പിക്കുക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.